ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഇല്ലായിരുന്നു, വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ ദിവസവും ഓഡിയോ ആയിട്ടെങ്കിലും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിനുള്ളിലോ ചാറ്റ് ഗ്രൂപ്പിനുള്ളിലോ നടക്കുന്നുണ്ട്. സോ മിസ്സായി പോകുന്ന ആരെങ്കിലും അത് മറക്കാണ്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു റിയൽ ട്രേഡറാണ്, നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റിയൽ ട്രേഡിംഗ് ഡേറ്റയാണ് അവിടെ ഷെയർ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ മാത്രം ഷെയർ ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ അവിടെ ഷെയർ ചെയ്യാറില്ല. ഞാൻ എടുത്ത പേഴ്സണൽ പൊസിഷൻസോ പേഴ്സണൽ ട്രേഡ്സോ എടുക്കാൻ സാധ്യതയുള്ള ഒരു മൊമെൻറ്റം ഐഡിയാസും ഒക്കെ ആയിരിക്കും അവിടെ ഷെയർ ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഒരു ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല അത്. നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഞാനത് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഈ വീഡിയോ കാണുന്ന ഈച്ച് ആൻഡ് എവറി പേഴ്സൻ്റെയും എഡ്യൂക്കേഷൻ ലെവൽ എന്താണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. നിങ്ങൾ സ്വയം ചോദിക്കുക. ഒരു 4-5 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ളൊരു പ്രോബബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെ ഉള്ളൂ. ബാക്കി എപ്പോഴും നമ്മൾ മാർക്കറ്റിൻ്റെ നല്ല മൊമെൻറ്റം കാണുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിലേക്കോ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ ഇല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് പോലുള്ള മീഡിയം റിസ്ക് സിറ്റുവേഷൻസ് ആയിരിക്കും ഏറ്റവും പ്രിഫറബിൾ. ഓപ്ഷൻ ട്രേഡിംഗ് ലാഭമുണ്ടാക്കുന്നവരെക്കാളും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നവർ കൂടുതൽ. ബിക്കോസ് ആ മിനിമം ഉള്ള ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കാൻ ആ എക്സ്പീരിയൻസ് തന്നെ വേണം, അല്ലാണ്ട് അതിന് ഷോർട്ട് കട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് വരാം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഹൈലി ബുള്ളിഷായിരുന്നു. ഗ്രൂപ്പിൽ ഇന്നലെ ഷെയർ ചെയ്തിരുന്നു 23,880 മേളിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് ചാർട്ട് വലുതാക്കാം. അപ്പോൾ നമ്മൾ നിന്നത് 23,720 എന്നുള്ളൊരു ലെവലാണ്. നമ്മുടെ ഓരോ വീഡിയോയും അതിൻ്റെ തുടർ കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ 23,720 റെസിസ്റ്റൻസിൽ തട്ടി നിന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 880 മേളിൽ 880ഉം 800ഉം ഇന്നലെ സപ്പോർട്ടായിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമുക്ക് 23,960 സോ ലിറ്ററലി ഇന്നലെ 960 ഓൾമോസ്റ്റ് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ സെൻട്രൽ ലൈനായിട്ട് നിന്ന് 24,000 to 24,040 തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഞാനവിടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു 24,000ൻ്റെ റെസിസ്റ്റൻസും 24,040ൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് അത് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അടുത്ത ലെവൽ എന്ന് പറയുന്നത് 24,100 എന്നുള്ളൊരു ലെവലാണ്. അതിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, പെട്ടെന്ന് സ്ക്രീനിലൊരു ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസം വന്നു. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന സമയം വരെയും നമ്മൾ 24,000ൻ്റെ തൊട്ടടുത്തായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ന്യൂസ് കേട്ടു, കൺഫേം അല്ല, ഒരു ഹോർമസിനടുത്ത് ഒരു US-ൻ്റെ സ്ട്രൈക്ക് നടന്നു എന്നുള്ളത്, ഒരു അറ്റാക്ക് നടന്നതുപോലത്തെ ഒരു ന്യൂസ് കേട്ടു. കൺഫേംഡ് അല്ല, ഡേറ്റ അങ്ങനെ കേട്ടു. അപ്പോൾ അത് കാരണം ഒരു ചെറിയൊരു പാനിക് ഓർ മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു ബുള്ളിഷ്നെസ് പെട്ടെന്ന് അങ്ങ് പോയി. 24,100 മേളിൽ ജസ്റ്റ് കണ്ട നമ്മൾ ഇപ്പോൾ കാണുന്ന 24,040 റേഞ്ചിലാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് അപ്പിലൊന്നും ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് സാധ്യത. സോ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമ്മുടെ ഇന്നലെ നിന്ന് 24,000 to 23,960 അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ ഡേ ലോ 940 റേഞ്ചിൽ അവിടെയെങ്കിലും ഇന്ന് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ ഞാൻ തൽക്കാലം ഇവിടെ മാർക്ക് ചെയ്യും. ഇന്നലത്തെ ലോ 24,040 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലാണ് ഞാൻ തൽക്കാലം വരയ്ക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിരിക്കാം, ഈ ഒരു ടോപ്പ് എൻഡിൻ്റെ അടുത്തായിരിക്കാം.
ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പേടി ഇപ്പോഴും സ്ട്രൈക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഈ 880 ഏരിയയിൽ നിന്ന് ഈ ഒരു 24,040 റേഞ്ചിൽ ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 24,100 24,240 മേളിലേക്കുള്ള ലെവൽ എന്ന് പറയുക. താഴേക്കുള്ള ലെവൽസ് നോക്കിയാൽ 24,960 ലെവലെങ്കിലും ഇന്നലത്തെ ലോ ആയിട്ടുള്ള 940 എടുക്കുക. അതിനുശേഷം 880, അത് കഴിഞ്ഞ് 800, 720 സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുക. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്ലാന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റിൽ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു 1-2 സ്റ്റോക്കുകളെ വാച്ച് ചെയ്യാൻ. ഒന്ന് റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്ക് പോലുള്ള സ്റ്റോക്കുകൾ നോക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഇന്നലെ ആക്സിസ് ബാങ്കോ ICICI ബാങ്കോ അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ട്. 1200 സംതിങ്ങിൽ കണ്ടതാണ്, 1300 സംതിങ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ IT സെക്ടറിലാണെങ്കിലും ബാങ്കിങ് സെക്ടറാണെങ്കിലും എന്നാൽ IT സെക്ടർ അത്ര ഗുഡായിരുന്നില്ല. പക്ഷേ മെനഞ്ഞാന്ന് IT സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് വെള്ളിയാഴ്ച ബാങ്കിങ് സെക്ടറും ഇന്നലെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 55,000 ഇന്ന് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റി കൺട്രോൾ ചെയ്യുന്നതാണ്, നിഫ്റ്റിയെ കൺട്രോൾ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. സോ ഈ ഡേറ്റ കൂടെ നിങ്ങൾ നോക്കി വയ്ക്കുക. ആ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു പീ സ്റ്റോക്ക് എഗ്രിമെൻറ്റ് കഴിയുന്നത് വരെ മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. സോ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ടാഗ് ചെയ്യുക. ചാറ്റ് ഗ്രൂപ്പ് ടെലിഗ്രാം ചാനലിൽ തന്നെ ഉണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.